ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുക. ആ ഒരു പേഴ്സൺ ആരെക്കുറിച്ചാണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണെങ്കിലും അവർ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളതാണ്. മാസ്റ്റർ കാർഡ് നമുക്ക് കിങ് ഓഫ് സോൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വേഗം വരാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ ഈ ഒരു കാർഡുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ, നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അവരുടെ മനസ്സിപ്പോൾ ഒരാളുടെ ചുറ്റും തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. മറ്റാരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, ഒരേ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് അവർ വളരെ കാമായിട്ട് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയോട് വളരെയധികം അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. ആ ഒരു പേഴ്സണിനോട് ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്തിട്ട് റിഗ്രറ്റ് തോന്നുന്നുണ്ട്. ഈ ഒരു ഫീലിങ്സുകളൊക്കെയാണ് അവർക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു മെന്റൽ കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് ആ ഒരു പേഴ്സണോട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഹാങ്ഡ് മാനും അതുപോലെ 4 ഓഫ് സോർട്സും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ വളരെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ മോഡിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത് എന്നാണ് കാണുന്നത്. നേരിട്ട് ഒരു ആക്ഷൻ എടുക്കാതെ എല്ലാം മനസ്സിൽ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അവർ ചിന്തിക്കുന്ന ആ ഒരു പേഴ്സൺ, ആ ഒരു ആൾക്കൊപ്പം കമ്മ്യൂണിക്കേഷൻ കുറവോ ഡിസ്റ്റൻസോ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണ് ചിന്തിച്ചിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് ഒരു സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈലന്റ് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ആ ഒരു അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ചിലപ്പോൾ എൻഡ് ആയിപ്പോയ ഒരു അവസ്ഥയും കൂടി ആയിരിക്കാം. എങ്കിലും ആ ഒരു ഫീലിങ്സുകൾ ഒന്നും അവസാനിച്ചിട്ടില്ല. മറിച്ച് സൈലൻസ് കൂടുമ്പോൾ അവരുടെ ചിന്തകൾ കൂടുതൽ ഒരു ഇൻറ്റൻസ് ആകുന്നു ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒത്തിരി ചിന്തകൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജി കാണുന്നുണ്ട്. അവർ ചിന്തിക്കുന്ന വ്യക്തി വളരെ കെയറിങ് ആയിട്ടുള്ള, ഇമോഷണലി മച്യൂർ ആയിട്ടുള്ള, സോഫ്റ്റ് നേച്ചറുള്ള ഒരാളെ കുറിച്ചായിരിക്കാം എന്നാണ് നമുക്ക് പറയാനായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയോടൊപ്പം അവർ ഇമോഷണൽ കംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയുടെ കൂടെ ആയിരുന്ന സമയത്തൊക്കെ അവർക്ക് ഇമോഷണലി അവർ ഫുൾഫിൽമെന്റ് നേടിയിരുന്നു, അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ട ഒരവസ്ഥയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അവർക്ക് ആ ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പേഴ്സണോട് ഒത്തിരിയധികം ഇവരിപ്പോൾ ആരെക്കുറിച്ചാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തിയോട് ഒത്തിരിയധികം ഒരു അഡ്മിറേഷൻ അവർക്ക് തോന്നുന്നുണ്ട്, ആരാധന തോന്നുന്നുണ്ട്, അട്രാക്ഷൻ, ഇമോഷണൽ അറ്റാച്ച്മെന്റ് എല്ലാം വളരെയധികം ശക്തമാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം അറ്റാച്ച്മെന്റും ഇമോഷൻസും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ എൻഡ് ആയെങ്കിലും ഫീലിങ്സുകൾ അവിടെ തന്നെയുണ്ട്. ഈ ഒരു വ്യക്തിയെ ഞാൻ ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്തരുതായിരുന്നു എന്നൊരു ഹിഡൻ ഫീലിങ്സ് പോലും ആ ഒരു പേഴ്സൺ ഉണ്ട്. ക്യൂൻ ഓഫ് കപ്സ് കാണിക്കുന്നത് ഒരു ഹാർഡ് ലെവൽ കണക്ഷൻ ആണ്. ഇപ്പോഴും അത് അങ്ങനെ ലൈവായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എൻഡായി ചിലപ്പോൾ ഈ ഒരു നിങ്ങൾ മനസ്സ് വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുമായിട്ട് സെപ്പറേഷനൊക്കെ ആയിട്ട് ഒത്തിരി നാളുകളായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു ഹാർഡ് ലെവൽ കണക്ഷൻ അവിടെ ലൈവായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ഷൻ
ശരിക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഈഗോ ക്ലാഷ്, മൈൻഡ് ഗെയിംസ്, അല്ലെങ്കിൽ ഹാർട്ട് വളരെയധികം ഹേർട്ടായിട്ടുണ്ടാകാം നിങ്ങൾക്ക്. ആ ഒരു രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ കണക്ഷൻ നഷ്ടപ്പെട്ടതായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് 5 ഓഫ് സോർട്സ് കാർഡ് ഇവിടെ ഒരു റിഗ്രറ്റ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവര് ചില കാര്യങ്ങൾ ഒരു ഡിഫറെന്റ് രീതിയിൽ ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിനുള്ളിൽ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളുമായിട്ട് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ ഹാൻഡിൽ ചെയ്ത ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവർ ആലോചിക്കുകയാണ്, ആ ഒരു കാര്യമൊക്കെ ഞാനാണ് അത് അത്രയും വഷളാക്കിയത്. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ജെന്റിലായിട്ട് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാമായിരുന്നു. എങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായേനെ. അല്ലെങ്കിൽ അവരുടെ ഒരു കെയറിങ്ങും പ്രൊട്ടക്ഷനും ഒക്കെ ഞാൻ അനുഭവിച്ച്, അവരുടെ സ്നേഹം അനുഭവിച്ച് നല്ല രീതിയിൽ നമുക്കൊരു റിലേഷൻഷിപ്പിൽ പോകാമായിരുന്നു. ഞാനാണത് കുറച്ചും കൂടി വഷളാക്കി കളഞ്ഞത് എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്കൊരു റിഗ്രറ്റ് ഫീൽ എനർജി കാണുന്നത്. ഓക്കെ, അവര് മെന്റലി വളരെയധികം ട്രാപ്ഡ് ആണ് എന്നാണ് കാണുന്നത്. ഒരാളെ മറക്കാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും അതേ ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഒരവസ്ഥ. അതായത് ഇപ്പൊ നിങ്ങളെ മറക്കാനായിട്ട് ആ ഒരു വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആ ഒരു തോട്ട്സ് കയറി വരികയാണ്. അപ്പൊ വീണ്ടും വീണ്ടും എപ്പോഴും നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. അപ്പൊ അവിടെ ശരിക്കും പെട്ട ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഓവർ തിങ്കിങ് വളരെ കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ അവര് സ്വന്തം ആ ഒരു ഫീലിങ്സുകളൊക്കെ തന്നെ ഒരു ഒതുക്കി വെക്കാനായിട്ട്, കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവര് ആ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ ഒത്തിരി ഒരു പൊസസീവ് എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലൊക്കെ പോയതിനു ശേഷം നിങ്ങളിപ്പോൾ മറ്റ് ആളുകളുമായിട്ടൊക്കെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ചേസ് ചെയ്യാതിരിക്കുന്നതോ, നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും സക്സസ് നേടിയതോ ഒക്കെ കണ്ടിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി പൊസസീവ്നെസ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് ജെലസ് ഒക്കെ തോന്നുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. അപ്പൊ ഏറ്റവും നിങ്ങൾ കുറച്ചൊരു നല്ലൊരു വ്യക്തിയായിരുന്നു, എൻ്റെ ഒരു ലൈഫിൽ നിന്ന് ആ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് അവര് സങ്കടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അവര് ഒരു വ്യക്തി ഇമോഷണലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പുറത്തേക്ക് കുറച്ചൊരു ഡിറ്റാച്ച്ഡ് ആയിട്ട് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഒരു ടെമ്പററി ആയിട്ടുള്ള അട്രാക്ഷൻ അല്ല നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അവർ ആ ഒരു വ്യക്തിയെ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, ഒരു വാല്യുബിൾ ആയിട്ടുള്ള, ലോങ് ടൈം ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഒരു പുഷ് ആൻഡ് പുൾ എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചില സമയങ്ങളിൽ അവര് വളരെ ഒരു ഇന്റൻസ് ആയി ആ ഒരു നിങ്ങളിലേക്ക് വരാനായിട്ട് ഒത്തിരി അധികം ആഗ്രഹിക്കുന്ന ഒരു എനർജീസ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അവിടെ ഒരു സഡൻലി ഒരു ഡിസ്റ്റൻസ് അവരെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് അടുത്ത് വരുന്ന കാർഡുകളിലേക്കൊക്കെ നോക്കാം. ഇപ്പോൾ അവര് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് വളരെ ലോജിക്കലായിട്ട്. അപ്പൊ നമുക്ക് ഇപ്പോ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സമയത്ത് ഭയങ്കര ഇന്റൻസ് ആയിട്ട് നിങ്ങളോട് മിണ്ടാനും സംസാരിക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു അർജ് അവർക്ക് ഉണ്ടാകുകയും പിന്നീട് അതൊരു ഡിസ്റ്റൻസ് അവർ തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് അവരൊരു ഡിറ്റാച്ച്മെന്റിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇവിടെ ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ വിഡ്രോവൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളിൽ നിന്ന്. പക്ഷെ വോക്ക് അവേ ചെയ്തിട്ടും അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തിട്ടും ഹാർട്ട് ലെവൽ ആ ഒരു അറ്റാച്ച്മെന്റ് ഇപ്പോഴും അവിടെ ഉണ്ട്. അതാണ് നമുക്കിവിടെ 8 ഓഫ് കപ്സ് കിട്ടുന്നത്. ഹാർട്ട് ലെവൽ അറ്റാച്ച്മെന്റ് അവിടെ തന്നെ ആ ഒരു സ്നേഹം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു സ്നേഹം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ ഡിറ്റാച്ച്മെന്റ് ആക്കി പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് ഒത്തിരി ഇമോഷൻസ് വരുന്നുണ്ട്, തോട്ട്സ് വരുന്നുണ്ട്. എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർ ആ ഒരു ലോജിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് ആ ഒരു അവര് ബിഹേവ് ചെയ്യുന്നത് ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് അവരെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ച് വൾനറബിൾ ആകാനായിട്ട് ഭയക്കുന്നു, പേടിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിക്ക് വളരെയധികം സ്നേഹവും കാര്യങ്ങളും ഇമോഷൻസ് ഒക്കെ നിങ്ങളോടുണ്ടെങ്കിലും അത് സ്വന്തം ഇമോഷൻസ് ഒക്കെ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ കൺട്രോൾ നഷ്ടപ്പെടുമോ എന്ന് അവർക്ക് പേടിയാണ് എന്നുള്ളതാണ്. അതായത് ഇമോഷൻസ് അതുകൊണ്ട് തന്നെ അവർ ഉള്ളിൽ അടക്കി വെക്കും. വീക്കായി കാണപ്പെടാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ലോജിക്കൽ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിക്കും. ഹാർട്ടിനേക്കാൾ മൈൻഡിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന രീതിയിൽ അവരങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും വളരെ ഒരു ഡീപ്പ് കെയർ ചെയ്താൽ പോലും അവരത് നേരിട്ട് പറയാനായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ മനസ്സിൽ
ഞാൻ ഈ ഒരു ഫീലിങ്സുകളൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹേർട്ട് ആകുമോ, അല്ലെങ്കിൽ ഇനിയും ഞാൻ ഇവരിലേക്ക് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ സ്വീകരിക്കുമോ, അവരെന്നെ റിജക്റ്റ് ചെയ്യുമോ, എന്നെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുമോ, ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ട് എന്നെ കാണുമോ, ഞാൻ കൂടുതൽ ഒരു അറ്റാച്ച്ഡ് ആയി ഈ ഒരു വ്യക്തിയിലേക്ക് പോകുമോ, അതാണ് അവർക്ക് ഏറ്റവും ഒരു ഇതായിട്ട് തോന്നുന്നത്. കാരണം ഇനിയും ഒത്തിരി അറ്റാച്ച്ഡ് ആയതിനു ശേഷം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ ഒരു സെപ്പറേഷനിലേക്ക് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. എങ്ങനെയാണെങ്കിലും ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയി. അപ്പൊ സെപ്പറേഷൻ എന്താണെങ്കിലും അവിടെ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത എന്തോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവര് ഒത്തിരി അറ്റാച്ച്മെന്റിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അവർക്ക് നിങ്ങൾ ഇവരെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി വിഷമത്തിലേക്ക് ഇവർ പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ട് അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഓവർ തിങ്കിങ് വളരെ കൂടുതലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അവർ ഓരോരോ കോൺവെർസേഷൻസും കഴിഞ്ഞു പോയ കോൺവെർസേഷൻസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു, ഓരോ റിയാക്ഷൻസ് അനലൈസ് ചെയ്യുന്നു, ഫീലിങ്സ് പറയുന്ന സമയത്ത് ഉണ്ടായിരുന്ന റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഇമോഷൻസ് ഇല്ലെന്നല്ല പറയുന്നത്, മറിച്ച് ഫീലിങ്സ് വളരെ സ്ട്രോങ് ആണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് കൺട്രോൾ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അവർക്ക് ആരെങ്കിലും സീരിയസ് ആയിട്ട് ഒരു കെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കുമ്പോൾ അവരോട് വളരെയധികം അറ്റാച്ച്ഡ് ആയി പോകുമോ, ഡീപ്പായി പോകുമോ എന്ന് അവർ പേടിക്കുന്നുണ്ട്. ഇമോഷൻസ് കുറച്ച് ഇന്റൻസ് ആകുമെന്ന് അവർ പേടിക്കുന്നുണ്ട്. അതുപോലെ ഹാർട്ട് ഈസിലി അത് മനസ്സിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലേക്ക് അവർ ആ ഒരു വ്യക്തിയെ അങ്ങോട്ട് കയറ്റും. പിന്നെ അവർ ഇറക്കി വിടാനായിട്ട് ഭയങ്കര പാടാന്ന് അവർക്ക് തന്നെ അറിയാം. അതിനാൽ തന്നെ അവരെ ഒരു സെൽഫ് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മോഡിൽ ആക്റ്റീവായിട്ട് ഇപ്പോൾ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം പുറത്തേക്ക് അവര് എങ്ങനെയാണ് കാണപ്പെടുക എന്ന് ചോദിച്ചാൽ ഈ ഒരു എനർജി ഉള്ള ആളുകൾ വളരെ കോൾഡായിട്ട് അല്ലെ കൂളായിട്ട് ഒരു ഡിറ്റാച്ച്ഡ് പോലെയുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അതുപോലെ ബിസി ആയിട്ടൊക്കെ അവർ ആക്ട് ചെയ്യാം, ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കാം, ഫീലിങ്സ് ഡയറക്റ്റ് ആയിട്ട് പറയാതിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ അവർ പുറത്തേക്ക് കാണിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കണ്ടിന്യൂസ്ലി ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇമോഷണൽ ഇമ്പാക്റ്റ് വളരെയധികം അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു കൺട്രോൾ നഷ്ടപ്പെടുമോ? കാരണം ഇപ്പൊ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒത്തിരി അർജ് തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളിലേക്ക് വന്ന മെസ്സേജ് അയക്കണം, നിങ്ങളെ കാണണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുമോ എന്നവര് ഭയപ്പെടുന്നുണ്ട്. അതുപോലെ ഈഗോ ഹർട്ട് ആകുമോ എന്ന് പേടിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് കുറച്ച് ഈഗോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവരൊന്ന് മാറി നിൽക്കുന്നുണ്ടല്ലോ. ആ ഒരു ഈഗോ ഹർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഓടി അവരിലേക്ക് ചെല്ലേണ്ടതുണ്ടോ എന്നവര് ചിന്തിക്കുന്നുണ്ട്. പിന്നെ അറ്റാച്ച്മെന്റ് ഇംബാലൻസ് ആകുമോ എന്നും അവർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഫീലിങ്സ് ഹൈഡ് ചെയ്യുകയാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മെന്റലി വിട്ടുപോകാനും അവർക്ക് പറ്റുന്നില്ല. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങളോട് അവർക്ക് ഫീലിങ്സ് ഇല്ല എന്ന ഒരു എനർജി അല്ല ഇത്. ഫീലിങ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അത് തുറന്നു കാണിക്കാനായിട്ട് അവർ ഭയപ്പെടുന്നു എന്നുള്ള എനർജിയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സ് വിചാരിച്ചത് ഏത് വ്യക്തിയാണോ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം, ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. പക്ഷെ അതവർ കാണിക്കാത്തതിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് മുഴുവനായിട്ട് നോക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുള്ള ആ ഒരു വ്യക്തി, അത് നിങ്ങളായിരിക്കാം. ആ ഒരു വ്യക്തിയെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഡീപ്പ് കണക്ഷൻസ് ഫീൽ ചെയ്ത ഒരു വ്യക്തി, അത് നിങ്ങളോടായിരിക്കാം അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരാള്, അപ്പൊ നിങ്ങളെ കുറിച്ച് തന്നെയായിരിക്കാം അവർ ചിന്തിക്കുന്നത്. ഇപ്പോഴും മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും പോയിട്ടില്ലാത്ത ഒരാളെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയാനായിട്ട്, മറച്ചു കളയാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ച് തന്നെയായിരിക്കാം ആ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്. അപ്പൊ ആ ഒരു നിങ്ങളോട് വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്നേഹമാണുള്ളത്. അവർ ചെയ്തു പോയ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കുകൾ ഓർത്തിട്ട് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവർ കുറ്റബോധം തോന്നുന്നുണ്ട്. അട്രാക്ഷൻസ് ഇപ്പോഴും നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്, പക്ഷെ അതവർ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി പൊസസീവ്നെസ്സും ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാം ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം സൈലൻസിലാണ്, സെപ്പറേഷനിലാണ് നിങ്ങളെന്നുണ്ടെങ്കിലും ഫീലിങ്സ് കംപ്ലീറ്റ്ലി എൻഡ് ആയിട്ടില്ല. പ്രത്യേകിച്ച് ഒറ്റയ്ക്കിരിക്കുമ്പോഴും രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളെ കുറിച്ചുള്ള മെമ്മറീസ് വളരെ ശക്തമായിട്ട് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലോസും കൂടി ഒന്ന് എടുക്കാം. ക്ലോസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലോസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്.
ഫസ്റ്റ് ക്ലൂ 1989 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്തൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ ചൂസ് ചെയ്യുന്നുണ്ടാവാം. ഫോളോ ന്യൂ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. 48 അവേഴ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 55 നമുക്ക് കിട്ടുന്നുണ്ട്. 1998 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നവംബർ മന്ത് കിട്ടുന്നുണ്ട്. ആക്ടിങ്, ഓക്കെ. നമ്പർ 21, നമ്പർ 12, ലെറ്റർ ആർ. നമ്പർ 47, ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ഈഗോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1975, ഗവൺമെന്റ് സർവീസിലൊക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നമ്പർ 46 കിട്ടുന്നുണ്ട്. 2004 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ണൂർ ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 45, കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺസ് ഒക്കെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം. കെയറിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 36 കിട്ടുന്നുണ്ട്. റൈഡർ, ഓക്കെ. നമ്പർ 29, നമ്പർ 56. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.